ഗൈസ്, അപ്പം നമുക്ക് എയർപോർട്സ് 4 അൺബോക്സിങ് ചെയ്താലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ എയർപോർട്സ് 4 എയർപോർട്സ് പുതിയത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലാണ്. അതൊന്ന് വാങ്ങിച്ചായിരുന്നു. അത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ബർത്ത്ഡേ വീഡിയോയിൽ കണ്ടായിരിക്കും. നിങ്ങൾക്ക് എനിക്ക് കിട്ടിയതിനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല. അപ്പം എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതാണ് സാധനം, കാണാം. നല്ല ഒരു ചെറിയൊരു ക്യൂട്ട് സാധനം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ള വീഡിയോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഡിസ്കഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ഗൈസ്, അപ്പം നിങ്ങൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ കണ്ടായിരിക്കും. അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഫുൾ സാധനങ്ങൾ. ഞാനത് വേറെ രീതിയിൽ സെറ്റാക്കി എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന ഫുൾ ഡീറ്റെയിൽ വീഡിയോയും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ബിക്കോസ് ഇതിൻ്റെ അകത്തുള്ള സാധനം എന്ന് പറയുന്നത് അത് ഞാൻ എല്ലാം നിങ്ങൾക്ക് അതിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം അതിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ അവർ ഒരു പ്രാവശ്യവും കൊണ്ടുവരില്ല. ഇപ്പോൾ അവരെല്ലാം മാറ്റി. ഇപ്പോൾ അവർ സ്റ്റിക്കറൊക്കെ നിർത്തി. പിന്നെ സ്റ്റിക്കറൊക്കെ നിർത്തിയിട്ട് ഇപ്പോൾ അല്ലാത്ത പരിപാടികളൊക്കെയാണ്. അല്ലാതെ കുറച്ച് നോട്ടും പാഡും കാര്യങ്ങളും പിന്നെ ചെറിയ ഇതാണ് സാധനം. ഇത്രയേ ഉള്ളൂ സാധനം. ഞാൻ എടുക്കുന്നില്ല ഇപ്പം, ചാർജ് കുറവാണ്. അപ്പോൾ ഇനി അതും വെക്കണം. ഓൾറെഡി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഒന്നും പറയാനില്ല. ഇത് ANC അല്ല ഉള്ള മോഡലും ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഇതിൽ തന്നെ മോനെ പക്ക വോയിസും കാര്യങ്ങളൊക്കെയാണ്. അത് കാരണം ഇത് തന്നെ അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ കൂടുതലൊന്നും ചിന്തിച്ചില്ല. എനിക്ക് കിട്ടിയ ഗിഫ്റ്റിൽ ഞാൻ ഹാപ്പിയാണ്. ഇതൊക്കെയാണ് അതിൻ്റെ എന്ന് പറയുന്നത്. നമുക്ക് 2-3 കാര്യമുണ്ട്. നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കേണ്ട. ബിക്കോസ് ഇത് എടുത്ത് ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ തന്നെ ഐഫോൺ ഉള്ളവർക്കോ ഐപാഡ് ഉള്ളവർക്കോ അതിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഇത് വരും. അങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യാം. പിന്നെ ഇതിലൊരു ഇതുമുണ്ട് എന്ന് പറഞ്ഞാൽ കോള് ഇപ്പോൾ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്കിയാൽ അപ്പോൾ തന്നെ അത് എടുക്കും. ഇങ്ങനെ ആക്കിയാൽ അപ്പോൾ തന്നെ അത് കട്ട് പോകും.
അത് ഇതിലൊരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ ഇതിൽ തന്നിട്ടുണ്ട്, കാണാം. ഇതാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ. 4th gen ഉള്ളവർക്ക് ഇത് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും, 4 AirPods ഉള്ളവർക്ക് എന്ന് പറയണത്. ഒരു ടാപ്പ് റൈറ്റിലാണ്, ഒരു ടാപ്പ് ചെയ്താൽ നമുക്ക് പോസ് ചെയ്യാം. ഇത് ഓൺ പോസും പ്ലേയും ബട്ടണാണ്. പിന്നെ ഇപ്പം വേറെ എന്ന് പറയുന്നത്, ഒരു ടാപ്പ് ചെയ്താൽ കോള് എടുക്കാം അല്ലെങ്കിൽ കോള് കട്ട് ചെയ്യാം. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്താൽ അടുത്ത പാട്ടുകളിലോട്ട് പോകും. അല്ലെങ്കിൽ മ്യൂട്ട് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം ഒരു ടാപ്പ് ചെയ്താൽ. പിന്നെ അടുത്തതെന്ന് പറയണത് ട്രിപ്പിൾ ടാപ്പ് ചെയ്താൽ ബാക്കിലോട്ട് പോകും. എന്ന് പറഞ്ഞാൽ പ്രീവിയസിൽ 3 ടാപ്പ് ചെയ്യണം, എന്നാൽ നമുക്ക് പ്രീവിയസിലെ പാട്ട് കേൾക്കാം. നെക്സ്റ്റിലെ പാട്ട് കേൾക്കണമെങ്കിൽ 2 ടാപ്പ്, പിന്നെ ഡബിൾ ടാപ്പ് കട്ടാവും. ഇതൊക്കെയാണ് ഇതിലെ മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ അല്ലാതെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. ബ്ലൂടൂത്ത് ഓൺ ആക്കിയാൽ തന്നെ കണക്റ്റ് ആവും. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ. അപ്പം കൂടുതൽ ഇതിൽ പറയാനെന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്പീരിയൻസിന് ഇപ്പം ഒരു ദിവസമാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതെനിക്ക് വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ബാക്കിയുള്ളത് എനിക്ക് ഇനിയിപ്പോൾ കൂടുതൽ ദിവസം ഉപയോഗിച്ചാലേ പറയാൻ പറ്റൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്, ഒരു ദിവസമല്ല. വീഡിയോ ചെയ്യണത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പം ബാക്കിയൊക്കെ പൊളിച്ചിട്ടുണ്ട്, എനിക്കൊന്നും പറയാനൊന്നുമില്ല. എക്സ്പീരിയൻസ് വന്നാണ്. പാട്ടിൻ്റെ ആയാലും സൗണ്ടൊന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ്. ഹൈ ഓളിയൊക്കെ വെച്ചാൽ പൊളിയാണ്. പിന്നെ ഒരു ലിമിറ്റിൽ നമ്മൾ വെക്കാവൂ, ഇല്ലെങ്കിൽ കാതിനും നല്ലതല്ല. അത് അവർ തന്നെ പറയുന്നുണ്ട്, ആപ്പിളിൻ്റെ സാധനങ്ങളിൽ തന്നെ പറയുന്നുണ്ട് അവർ വയ്ക്കുന്ന സമയത്ത് തന്നെ. എന്തായാലും ഒരു അടിപൊളി യൂസർ എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലോ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ എല്ലാം നിങ്ങൾ അഭിപ്രായം പറയും. ഇതിൽ പിന്നെ വേറെ ഇനിയിപ്പോൾ ചാർജ്, ബാറ്ററി നിൽപ്പുണ്ട്, ഒരു രക്ഷയില്ല. ഇത്രയും ദിവസമായിട്ട് അത് തീർന്നില്ല. 2 ദിവസം ഞാൻ ഉപയോഗിക്കുക, തീർന്നില്ല. അപ്പോൾ ആദ്യത്തൊക്കെ യൂസല്ലേ, അപ്പോൾ പിന്നെ പയ്യെ ഇനിയിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വല്ല ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്യുന്നതാണ്, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇതാണോ, ഏത് എയർപോഡ്സ് ആണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ പറയും. എനിക്ക് എന്തായാലും ഇത് പേഴ്സണലി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ വേറെ കൂടുതൽ ഇതിലൊന്നും പറയാനില്ല. ഇതിൽ ഒരു 13,000 രൂപയാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഓഫറിലാണ്, അത് കാരണം അത്ര രൂപയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇത് എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് മോഡലാണെന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചാൽ എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗ്, അൺബോക്സിങ്ങോ റിയാക്ഷനോ വ്ളോഗോ എന്തായിട്ടും നമുക്ക് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.